Hi everyone. Today our topic is stack in problem solving. We know what is a stack and what are their basic operations. Here now we discuss how a stack can be used to solve a problem. In real life, we use several mathematical expressions. A mathematical expression has operands, operators. In addition to that, a set of parentheses are also used. In some situation, a mathematical expression includes several set of nested parentheses. കുറേ അധികം നെസ്റ്റഡ് parentheses നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. Here we have an example. He considers such a mathematical expression. This mathematical expression has various operands, operators, and a set of parentheses are also used. Here we have to verify whether the parentheses are nested properly or not. Proper ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ആ എക്സ്പ്രഷൻ്റെ മീനിങ് അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു വെരിഫൈ ദാറ്റ്. എങ്ങനെയാണ് നമുക്കൊരു എക്സ്പ്രഷനിലെ പരാന്തസിസ് പ്രോപ്പറായിട്ടാണോ നെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലയോ എന്നെങ്ങനെയാണ് നോക്കുക? ഫോർ ദാറ്റ് വി ഹാവ് ടു കണ്ടീഷൻസ് ടു ചെക്ക്. ഈ രണ്ട് കണ്ടീഷൻസും ചെക്ക് ചെയ്ത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എക്സ്പ്രഷനിൽ പരാന്തസ് പ്രോപ്പറായിട്ടാണ് നെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന്. നമ്മൾ സാധാരണ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന കണ്ടീഷൻ തന്നെ ഉള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് ദർ ആർ എൻ ഈക്വൽ നമ്പർ ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പരാന്തസസ്. അതായത് ലെഫ്റ്റ് പരാന്തസിൻ്റെയും റൈറ്റ് പരാന്തസിൻ്റെയും എണ്ണം തുല്യമാവണം. നമ്മളത് എപ്പോഴും നോക്കാറുള്ളതാണ്. അതുമാത്രം പോരാ, അങ്ങനെ എണ്ണം തുല്യമായതുകൊണ്ട് മാത്രം നെസ്റ്റിംഗ് പ്രോപ്പർ ആയിക്കൊള്ളണം, കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. അതിന് രണ്ടാമത്തെ ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ എവറി റൈറ്റ് പരാന്തസിസ് മസ്റ്റ് ബി പ്രിസീഡഡ് ബൈ എ മാച്ചിങ് ലെഫ്റ്റ് പരാന്തസിസ്. ഓരോ റൈറ്റ് പരാന്തസിനും ആനുപാതികമായിട്ട് തൊട്ട് മുമ്പേ ഒരു ലെഫ്റ്റ് പരാന്തസിസ് വേണം. അതും ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു എക്സ്പ്രഷനിലെ പരാന്തസിസ് പ്രോപ്പറായിട്ടാണോ നെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കിവിടെ ചെറിയ രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ തന്നെ ഉള്ളൂ. ഈ എക്സ്പ്രഷനിൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ആദ്യൊരു എക്സ്പ്രഷനാണിത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് a+b, 3 പരാന്തസിസ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ എക്സ്പ്രഷനിലെ പരാന്തസിസ് പ്രോപ്പറായിട്ടല്ല നെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇടത്ത് ഭാഗത്ത് 2 എണ്ണം ഉണ്ട്, വലത്തു ഭാഗത്ത് 1 ഉള്ളൂ. അതായത് ഹിയർ ദ നമ്പർ ഓഫ് ലെഫ്റ്റ് പരാന്തസിസ് ഈസ് നോട്ട് സെയിം ആസ് എ നമ്പർ ഓഫ് റൈറ്റ് പരാന്തസിസ്. കൺസിഡർ വൺ മോർ. Here also we have an expression a+b left parenthesis. Here also same condition, that is number of left parenthesis is not right equal to the number of right parenthesis. So you know that these two conditions, these two expressions are not correct, that is their parentheses are not nested properly and they violate the condition 1. Condition 1-നെയാണ് ഈ രണ്ട് എക്സ്പ്രഷൻസും വയലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എക്സ്പ്രഷൻസ് ഉണ്ട്, നോക്കിക്കോളൂ. ഇങ്ങനൊരു എക്സ്പ്രഷൻ റൈറ്റ് പരാന്തസിസ് a+b ലെഫ്റ്റ് പരാന്തസിസ് -c, ഇങ്ങനെ ഒരു ഒന്നിച്ചൊരു എക്സ്പ്രഷനാണ്. ഈ എക്സ്പ്രഷനിലത്തെയും പരാന്തസിസ് പ്രോപ്പറായിട്ടല്ല അല്ലെങ്കിൽ കറക്റ്റായിട്ടല്ല നെസ്റ്റ് ചെയ്തിട്ടുള്ളത്, നമുക്കറിയാതെ. പക്ഷേ നമ്പർ ഓഫ് ലെഫ്റ്റ് പരാന്തസും നമ്പർ ഓഫ് റൈറ്റ് പരാന്തസും എന്താണ്? സെയിം ആണ്. അതായത് ഇവിടെ ഒരു റൈറ്റ് പരാന്തസും ഒരു ലെഫ്റ്റ് പരാന്തസും തന്നെയാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. എന്താ സെക്കൻഡ് കണ്ടീഷൻ? എവറി റൈറ്റ് പരാന്തസിസ് മസ്റ്റ് ബി പ്രിസീഡഡ് ബൈ എ ലെഫ്റ്റ് പരാന്തസിസ് എന്നാണ്. ഇവിടെ നോക്കിക്കോളൂ, ആദ്യം തന്നെ ഒരു റൈറ്റ് പരാന്തസിസ് ആണ്, അതിന് ആനുപാതികമായിട്ട് അതിന് മുന്നേ ഒരു ലെഫ്റ്റ് പരാന്തസിസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷൻ വാലിഡ് അല്ല എന്നും അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷനെ വയലേറ്റ് ചെയ്യുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. സെയിം സ്റ്റേറ്റ് എക്സിസ്റ്റ് ഹിയർ ഓൾസോ. നോക്കിക്കോളൂ, ഹിയർ വി ഹാവ് two left parentheses and two right parentheses, but unfortunately for the second right parenthesis there is no matching left parenthesis exist. So this expression is also not valid and they also violate the second condition. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു എക്സ്പ്രഷനിലത്തെ പരാന്തസിസ് കറക്റ്റായിട്ടാണോ നെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലയോ എന്ന്. ഇതേ കോൺസെപ്റ്റ് നമുക്കിത് നോക്കൽ അത്ര എളുപ്പമല്ല. ഓരോ റൈറ്റ് പരാന്തസിനും മാച്ചിങ് ആയിട്ടുണ്ടോ നോക്കൽ അത്ര എളുപ്പമല്ല. So to define the same concept,
more formally and technically and easily. A property is defined. നമ്മൾ ഇതേ കാര്യം കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്യാണ്. അങ്ങനെ സിസ്റ്റമാറ്റിക്കായി ഡിഫൈൻ ചെയ്യാൻ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് പരാന്തസിസ് കൗണ്ട്. വാക്കൊന്നും അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ദിസ് പരാന്തസിസ് കൗണ്ട്, this is defined at every point in the expression and you should scan the expression from left to right. നിങ്ങളുടെ എക്സ്പ്രഷൻ നിങ്ങൾ ഇടത്ത് നിന്ന് വലത്തോട്ട് മുഴുവനായിട്ട് സ്കാൻ ചെയ്യുക. അങ്ങനെ ഓരോ എക്സ്പ്രഷൻ്റെ ഓരോ പോയിന്റിലും പരാന്തസിസ് കൗണ്ട് എന്ന പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുക. എന്താണ് ഈ പരാന്തസിസ് കൗണ്ട് നമുക്ക് നോക്കാം. ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരാന്തസിസ് കൗണ്ട് ഇസ് എ നമ്പർ ഓഫ് ലെഫ്റ്റ് പരാന്തസിസ് മൈനസ് ദ നമ്പർ ഓഫ് റൈറ്റ് പരാന്തസിസ് സോ ഫാർ എൻകൗണ്ടേർഡ്. നമ്മളിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുവരെ എത്തിയിട്ടുള്ള നമ്പർ ഓഫ് ലെഫ്റ്റ് പരാന്തസിസ് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്പർ ഓഫ് റൈറ്റ് പരാന്തസിസ് കുറയ്ക്കുക. അതാണ് പരാന്തസിസ് കൗണ്ട്. So first you start to scan your expression from left to right and define parenthesis count at each point in the expression. After defining parenthesis count, you check whether this following conditions are satisfied or not. പിന്നെ parenthesis count എല്ലായിടത്തും ഡിഫൈൻ ചെയ്തതിന് ശേഷം പ്രോപ്പർ ആയിട്ടാണോ നെസ്റ്റ് ചെയ്തത് അല്ലയോ എന്നറിയാൻ വേണ്ടി താഴെ പറയുന്ന രണ്ട് കണ്ടീഷൻസ് നമുക്കറിയാവുന്ന കാര്യം തന്നെ ഉള്ളൂ. First point is the parenthesis count at the end of the expression must be 0. എക്സ്പ്രഷൻ്റെ സ്കാനിങ് എൻഡിലെത്തിക്കഴിഞ്ഞാൽ പരാന്തസിസ് കൗണ്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് എക്സ്പ്രഷൻ്റെ എൻഡിലെത്തുമ്പോഴേക്കും നമ്പർ ഓഫ് ലെഫ്റ്റ് പരാന്തസും നമ്പർ ഓഫ് റൈറ്റ് പരാന്തസും സെയിം ആയിരിക്കണം. അടുത്തൊരു പോയിന്റ് ഉള്ളത്, ഇതുകൊണ്ട് മാത്രം കാര്യമില്ല, ഒരു പോയിന്റും കൂടെ ഉണ്ട് നമുക്ക്. The parenthesis count at each point in the expression must be non-negative. ഓരോ പോയിന്റിലുള്ള പരാന്തസിസ് കൗണ്ട് നെഗറ്റീവ് ആവാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആവണം. എന്താ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ എപ്പോഴും നമുക്ക് നമ്പർ ഓഫ് ലെഫ്റ്റ് പരാന്തസിസ് റൈറ്റ് പരാന്തസിസ് നമ്പർ ഓഫ് റൈറ്റ് പരാന്തസിനേക്കാളും കൂടുതലോ ഈക്വലേ ആവാവൂ. അല്ലാണ്ട് ലെഫ്റ്റ് പരാന്തസിൻ്റെ എണ്ണം കുറവും റൈറ്റ് പരാന്തസിൻ്റെ എണ്ണം കൂടുതലും പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള നെസ്റ്റിംഗ് അല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ പരാന്തസിസ് കൗണ്ട് ഡിഫൈൻ ചെയ്യുക. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വി സേ ദാറ്റ് ദ പരാന്തസിസ് ഇൻ യുവർ എക്സ്പ്രഷൻ ഫോം ആൻ അഡ്മിസിബിൾ പാറ്റേൺ. നിങ്ങളുടെ എക്സ്പ്രഷനിലത്തെ പരാന്തസിസ് ഒരു അഡ്മിസിബിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ദേ ആർ പ്രോപ്പർലി നെസ്റ്റഡ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇത് ഈ പറഞ്ഞ പരാന്തസിസ് കൗണ്ടിനെ വെറുതെ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്ത അതേ എക്സാമ്പിൾ തന്നെയാണ്. 7 മൈനസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ബൈ ജെ മൈനസ് 3 പ്ലസ് വൈ 4 മൈനസ് 2.5 such an expression. And here at the bottom I have defined the parenthesis count. I told you that parenthesis count is defined at each point in the expression when you start to scan from left to right. ഇടത്തുനിന്ന് വലത്തോട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഓരോ പോയിന്റിലും നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുകയാണ് വേണ്ടത്? പരാന്തസിസ് കൗണ്ട് ഡിഫൈൻ ചെയ്യുകയാണ് വേണ്ടത്. ഓരോ പോയിന്റിലും ആവശ്യമാണ്, പക്ഷെ കുറച്ച് ഞാൻ മനസ്സിലാവുന്നുള്ളതുകൊണ്ട് ഞാൻ പരാന്തസിസ് ഉള്ളിടത്ത് മാത്രമാണ് അത് എഴുതിയിട്ടുള്ളൂ എന്ന് മാത്രം. ആദ്യം 7 ഫസ്റ്റ് കണ്ടു, പരാന്തസിസ് കൗണ്ട് 0 ആണ്. കാരണം ഇതുവരെ കണ്ടെത്തിയ ലെഫ്റ്റ് പരാന്തസിസ് മൈനസ് റൈറ്റ് പരാന്തസിസ് 0 ആണ്. ഈ പോയിന്റിലും 0 ആണ്. ഈ പോയിന്റിൽ പരാന്തസിസ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ലെഫ്റ്റ് പരാന്തസിസ് ഈക്വൽ ടു 1, നമ്പർ ഓഫ് റൈറ്റ് പരാന്തസിസ് 0. ഈ പോയിന്റിൽ 2 ആണ്. ഇവിടെ എല്ലാം എഴുതേണ്ടതാണ്, ഡിഫൈൻ ചെയ്യേണ്ടതാണ്, പക്ഷേ സ്ഥലപരിമിതി കൊണ്ടും കൺഫ്യൂഷൻ ഒഴിവാക്കാനും വേണ്ടി ഞാൻ എഴുതിയിട്ടില്ല എന്ന് മാത്രം. അടുത്ത ഇവിടെ ഈ പോയിന്റിലും ഒരു ലെഫ്റ്റ് പരാന്തസിസ് ആണ് നമുക്ക് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പരാന്തസിസ് കൗണ്ട് 3 ആണ്. അതായത് ഇതുവരെ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ ഓഫ് ലെഫ്റ്റ് പരാന്തസിസ് മൈനസ് റൈറ്റ് പരാന്തസിസ് ആണ് 3. ഹിയർ ഓൾസോ ഇറ്റ് ഈസ് 4. ഈ പോയിന്റിൽ ഇത് 4 ആണ്, കാരണം ലെഫ്റ്റ് പരാന്തസിൻ്റെ എണ്ണം ഒന്നും കൂടി. ഇനി എക്സും വൈയും ഇവിടെയൊന്നും കാണിച്ചിട്ടില്ല എന്ന് മാത്രം. അടുത്തതായിട്ട് നമ്മൾ പരാന്തസിസ് കൗണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ പോയിന്റിലാണ്. ഇവിടെ നമ്മുടെ പരാന്തസിസ് കൗണ്ട് 3 ആയി. കാരണം ഇതുവരെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് പരാന്തസിൻ്റെ എണ്ണം മൈനസ് റൈറ്റ് പരാന്തസിസ് 3 ആണ്. ഈ പരാന്തസിസ് കൗണ്ട് ഒരു കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സോ ഫാർ വി ഹാവ് ഓപ്പൺഡ് 3 ലെഫ്റ്റ് പരാന്തസിസ്, they are not yet closed.
നമ്മൾ ക്ലോസ് ചെയ്യാതെ 3 ലെഫ്റ്റ് പരാന്തസ് നമ്മൾ ഇതേവരെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഒന്നുമില്ല, ഇവിടെ വീണ്ടും ലെഫ്റ്റ് പരാന്തസിൻ്റെ എണ്ണം ഒന്ന് കൂടി. ഇവിടെ റൈറ്റ് പരാന്തസ് വന്നതുകൊണ്ട് പരാന്തസിസ് കൗണ്ട് കുറഞ്ഞു, പരാന്തസ് കൗണ്ട് വീണ്ടും കുറഞ്ഞു. അതായത് ഇതുവരെ നമ്മൾക്ക് കിട്ടിയ ലെഫ്റ്റ് പരാന്തസിസ് മൈനസ് റൈറ്റ് പരാന്തസിസ് 2 ആണ്. പിന്നെ ഇത് വീണ്ടും 1 ആയി, കാരണം വീണ്ടും റൈറ്റ് പരാന്തസ് വന്നു. ആ 1 ആയത് വീണ്ടും പരാന്തസ് കൗണ്ട് 2 ആയി, കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഒരു ലെഫ്റ്റ് പരാന്തസ് ആണ് ഇവിടെ വന്നത്. ഈ റൈറ്റ് പരാന്തസ് കണ്ടപ്പോൾ പരാന്തസ് കൗണ്ട് 1 ആയി. ഫൈനലി നമുക്ക് ഈ റൈറ്റ് പരാന്തസും കൂടി കണ്ടപ്പോൾ പരാന്തസിസ് കൗണ്ട് എന്തായി? 0 ആയി. അതായത് ഇതുവരെ ഓപ്പൺ ചെയ്ത എല്ലാ ലെഫ്റ്റ് പരാന്തസും റൈറ്റിലെത്തിയപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. So here in this expression all parentheses are properly nested so that the parenthesis count has become 0 at the end of the scanning, and at each point in the scanning this parenthesis count is positive also, which are not positive and which are not negative. ഈ രീതിയിലാണ് നമുക്ക് പരാന്തസിസ് കൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം നമ്മുടെ എക്സ്പ്രഷനിലെ പരാന്തസിസ് പ്രോപ്പർ ആയിട്ടാണോ നെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലയോ നമുക്ക് നോക്കാം. Now simply think a left parenthesis as an opening scope and right parenthesis as a closing scope. ലെഫ്റ്റ് പരാന്തസിനെ ഓപ്പണിംഗ് സ്കോപ്പായിട്ടും റൈറ്റ് പരാന്തസിനെ ക്ലോസിംഗ് സ്കോപ്പായിട്ടും നമ്മൾ സൂചിപ്പിക്കുകയാണ്. And let us change our problem slightly. Assume that 3 different type of scope delimiters exist. അതായത് 3 തരത്തിലുള്ള സ്കോപ്പ് ഡീലിമിറ്റേഴ്സും കൂടി നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. They are this one parenthesis left and right, bracket left bracket right bracket, then this one is curly braces left and right. And we can also call them as scope opener and scope ender generally. അപ്പോൾ ഇനി നമുക്ക് 2 പോയിന്റേ ഉള്ളൂ, ഒന്ന് സ്കോപ്പ് ഓപ്പണറും അതേപോലെ തന്നെ സ്കോപ്പ് എൻഡറും. ഇങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കോപ്പ് ഓപ്പണറും എൻഡറും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. എ സ്കോപ്പ് എൻഡർ മസ്റ്റ് ബി ഓഫ് ദ സെയിം ടൈപ്പ് ആസ് ദ സ്കോപ്പ് ഓപ്പണർ. സ്കോപ്പ് ഓപ്പണറിൻ്റെ അതേ ടൈപ്പ് ആയിരിക്കണം സ്കോപ്പ് എൻഡറും. നമുക്ക് 2-3 എക്സ്പ്രഷൻസ് ഇവിടെ ഉണ്ട്. ദിസ് ആൻ എക്സ്പ്രഷൻ, ആക്ച്വലി ദിസ് എക്സ്പ്രഷൻ ഇസ് ഇൻവാലിഡ്. വൈ? ബിക്കോസ് ദ നമ്പർ ഓഫ് ഓപ്പണിംഗ് സ്കോപ്പ് ആൻഡ് ക്ലോസിംഗ് സ്കോപ്പ് സെയിം, ബട്ട് ദേ ഡോണ്ട് മാച്ച്. സ്കോപ്സ് ആർ നോട്ട് മാച്ച്ഡ്. ഇവിടെ അങ്ങനെ തന്നെയാണ്, ഓരോന്നിനും മാച്ചിങ് ആയിട്ടുള്ള പ്രിസീഡിങ് ആയിട്ടുള്ള സ്കോപ്പില്ല. ഇത് രണ്ടും ഓക്കെ. ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കാണുമ്പോൾ അതിന് പ്രിസീഡിങ് ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് സ്കോപ്പ് ഇല്ല. അതുകൊണ്ട് ഈ എക്സ്പ്രഷനും ഇല്ലീഗലാണ്. ദിസ് എക്സ്പ്രഷൻ വിച്ച് ഈസ് ഓൾസോ ഇല്ലീഗൽ. സോ ദീസ് 3 expressions are illegal. So we have to check whether the scopes are also nested properly or not. So by using a stack we can solve this problem. ഈ സമയത്താണ് നമ്മൾ സ്റ്റാക്ക് ഉപയോഗിച്ചിട്ട് ഈ പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യണത്. അതായത് അൾട്ടിമേറ്റ്ലി നമ്മുടെ പ്രോബ്ലം വെദർ സ്കോപ്സ് ആർ പ്രോപ്പർലി നെസ്റ്റഡ് ഓർ നോട്ട് ഇൻ എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സ്റ്റാക്ക് ഉപയോഗിച്ചിട്ട് ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുകയെന്ന്. എന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ യു സ്റ്റാർട്ട് ടു സ്കാൻ യുവർ എക്സ്പ്രഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടത്ത് ഭാഗത്ത് നിന്ന് വലത്ത് ഭാഗത്ത് വരെ മുഴുവനായിട്ട് എക്സ്പ്രഷൻ സ്കാൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ എക്സ്പ്രഷൻ സ്കാൻ ചെയ്യുമ്പോൾ യു മേ എൻകൗണ്ടർ സ്കോപ്പ് ഓപ്പണർ ആൻഡ് സ്കോപ്പ് എൻഡർ. വെനെവർ എ സ്കോപ്പ് ഓപ്പണർ ഈസ് എൻകൗണ്ടേർഡ് ഇറ്റ് ഈസ് പുഷ്ഡ് ഓൺ ടു ദ സ്റ്റാക്ക്. ഒരു സ്കോപ്പ് ഓപ്പണർ കാണുമ്പോൾ അതിനെ സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യുക? പുഷ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിക്കോളൂ. വെനെവർ എ സ്കോപ്പ് എൻഡർ ഈസ് എൻകൗണ്ടേർഡ്, ഓപ്പണർ പോലെ തന്നെ എന്തും കാണാം, എൻഡറും കാണാം. അങ്ങനെ സ്കോപ്പ് എൻഡർ കാണുമ്പോൾ സ്റ്റാക്ക് ആദ്യം നിങ്ങൾ സ്റ്റാക്ക് എക്സാമിൻ ചെയ്യുക. ആ സമയത്ത് സ്റ്റാക്ക് എം ടി ആണോ നോക്കുക. സ്റ്റാക്ക് എം ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഇതുവരെ മാച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ ഒരു സ്കോപ്പ് ഓപ്പണറും കണ്ടിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ എക്സ്പ്രഷൻ തീർച്ചയായിട്ടും ഇൻവാലിഡ് ആണ്. അതാ കാര്യമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വെനെവർ എ സ്കോപ്പ് എൻഡർ ഈസ് എൻകൗണ്ടേർഡ് സ്റ്റാക്ക് ഇസ് എക്സാമിൻഡ് ആൻഡ് ചെക്ക് വെദർ ദ സ്റ്റാക്ക് ഇസ് എംപ്റ്റി.
If the stack is empty, then at that time itself we can say that the expression is invalid. Otherwise means the stack is not empty. Stack empty അല്ലെങ്കിൽ we pop the element from the stack. Stack എന്ന് ഒരു എലമെൻറ്റ് പോപ്പ് ചെയ്യുക and you check whether the popped item corresponds to scope ender. ആ പോപ്പ് ചെയ്തതും പോപ്പ് ചെയ്യുമ്പോൾ സ്കോപ്പ് ഓപ്പണറാണ് സ്റ്റാക്കിൽ നിന്ന് കിട്ടുക, നമ്മുടെ കയ്യിലുള്ള സ്കോപ്പ് എൻഡറാണ്. ഇത് രണ്ടും മാച്ചിങ് ആണോ അല്ലയോ നോക്കുക. മാച്ചിങ് ആണെങ്കിൽ വി കണ്ടിന്യൂ. ഇഫ് എ മാച്ച് ഒക്കേഴ്സ് വി കണ്ടിന്യൂ. അതർവൈസ് അതായത് മാച്ച് ഇല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും ദ സ്ട്രിങ് ഈസ് ഇൻവാലിഡ്. സ്ട്രിങ് ഇൻവാലിഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ പോയിന്റ് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ആദ്യം ഒരു സ്കോപ്പ് എൻഡർ ഉണ്ടോ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാക്ക് എം ടി ആണോ അല്ലയോ നോക്കുക. എം ടി ആണെങ്കിൽ അപ്പം തന്നെ പറയാം എക്സ്പ്രഷൻ ഇൻവാലിഡ് ആണെന്ന്. എം ടി അല്ലെങ്കിൽ പോപ്പ് ചെയ്യുക, രണ്ട് എൻഡറും ഓപ്പണറും മാച്ചിങ് ആണോ നോക്കുക. ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നിർത്തുക. അങ്ങനെ ഈ പ്രൊസീജിയർ ഈ രണ്ട് പ്രൊസീജിയറും സ്റ്റാക്ക് എക്സ്പ്രഷൻ്റെ എൻഡ് എത്തുന്നവരെ ചെയ്യുക. ആൻഡ് വൺസ് യു റീച്ച് അറ്റ് ദ എൻഡ് ഓഫ് ദി എക്സ്പ്രഷൻ യു ചെക്ക് whether the stack is empty or not. If the stack is still not empty, then the expression is invalid. എൻഡിലെത്തിയിട്ടും സ്റ്റാക്ക് എം ടി ആയിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഓപ്പണിംഗ് എക്സ്പ്രഷനും ഒരു ഓപ്പണിംഗ് സ്കോപ്പും കൂടെ ഉണ്ട് അവിടെ നിന്നാണ്, സ്കോപ്പ് ഓപ്പണർ അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. അത് ഇൻവാലിഡിറ്റിയാണ് കാണിക്കണത്. അതെല്ലാം സ്റ്റാക്ക് എം ടി ആണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എക്സ്പ്രഷൻ വാലിഡ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതേ കാര്യത്തിന് നമുക്കൊരു അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യം അൽഗോരിതത്തിൻ്റെ രൂപത്തിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഈ അൽഗോരിതത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കുറച്ച് സി ഓറിയൻറ്റഡ് ആണ്. ഒരു ടെക്സ്റ്റ് ബുക്കുകളെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് എ വേരിയബിൾ ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് വിച്ച് ഇസ് വാലിഡ്, വിച്ച് ഇസ് സെറ്റ് ടു ട്രൂ. അതായത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാണ് വാലിഡ് എന്ന വേരിയബിൾ ട്രൂ ആണ്. അതായത് വി അസ്യൂം ദാറ്റ് ആർ എക്സ്പ്രഷൻ വിൽ ബി വാലിഡ്. വി ആർ ഓപ്റ്റിമിസ്റ്റിക് ഇൻ നേച്ചർ. നമ്മൾ വാലിഡ് ആവും എന്ന് വിചാരിച്ചു. പിന്നെ സ്റ്റാക്ക് എസ് ഈക്വൽ ടു ദ എംപ്റ്റി സ്റ്റാക്ക്. ഒരു സ്റ്റാക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തു. ദെൻ യു സ്റ്റാർട്ട് ടു സ്കാൻ യുവർ എക്സ്പ്രഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എന്ത് വൈൽ ലൂപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് വെച്ചാൽ വി ഡോണ്ട് നോ ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ അഡ്വാൻസ്. എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് നമുക്ക് മുമ്പ് അറിയാത്തത് കൊണ്ട് നമ്മൾ വൈൽ ലൂപ്പ് ഉപയോഗിച്ചു. കണ്ടിന്യൂ ദിസ് ലൂപ്പ് അൺടിൽ വി റീച്ച് അറ്റ് ദ എൻഡ്. എൻഡ് ആവണ വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ സിമ്പലും എടുക്കുക. റീഡ് നെക്സ്റ്റ് സിമ്പൽ എന്നതിനെ നമ്മൾ സിംബോളിക് ആയിട്ട് SYMB എന്ന വേരിയബിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ സിമ്പലും എടുക്കുക സ്ട്രിങ്ങിലത്തെ, അതായത് എക്സ്പ്രഷനിലത്തെ. അതൊരു ഓപ്പണിംഗ് സ്കോപ്പ് ആണെങ്കിൽ, ഓപ്പണിംഗ് സ്കോപ്പ് 3 തരത്തിലുണ്ട്. ലെഫ്റ്റ് പരാന്തസ് ആവാം, ലെഫ്റ്റ് ബ്രാക്കറ്റ് ആവാം, ലെഫ്റ്റ് കേർലി ബ്രേസ് ആവാം. ഏതെങ്കിലും ഒന്നാണെങ്കിൽ സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്തു. പുഷ് എസ് കോമ സിമ്പിൾ. ഇനി അതെല്ലാം ഒരു റൈറ്റ് ആണ്. സിമ്പിൾ ഒരു റൈറ്റ്, അതായത് സ്കോപ്പ് എൻഡർ ആണെങ്കിൽ റൈറ്റ് പരാന്തസിസ്, റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ്, റൈറ്റ് കേർലി ബ്രാക്കറ്റ്, ഇത് ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് സ്റ്റാക്ക് എം ടി ആണോ അല്ലയോ എന്നാണ്. സ്റ്റാക്ക് എം ടി ആണെങ്കിൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സ്പ്രഷൻ ഇൻവാലിഡ് ആണ്. അപ്പം തന്നെ നമ്മൾ വാലിഡ് എന്ന വേരിയബിളിന് ഫോൾസ് ആക്കിയിട്ട് നമ്മൾ കൊടുത്തു. അതല്ല സ്റ്റാക്ക് എം ടി ഒന്നും അല്ലെങ്കിൽ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യും. പോപ്പ് ചെയ്തിട്ട് നമ്മൾ നോക്കും നമ്മുടെ സ്കോപ്പ് ഓപ്പണറും സ്കോപ്പ് എൻഡറും രണ്ടും മാച്ചിങ് ആണോ. സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത സ്കോപ്പ് ഓപ്പണറും നമ്മളിപ്പോൾ നോക്കുന്ന SYMB രണ്ടും സെയിം ആണോ നോക്കും. അല്ലെങ്കിൽ വാലിഡ് എന്നത് ഫോൾസ് ആക്കി വെക്കും. ആണെങ്കിൽ നമ്മൾ വീണ്ടും വെക്കേണ്ട കാര്യമില്ല, കാരണം ആദ്യം തന്നെ വാലിഡ് നമ്മൾ ട്രൂ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനീഷ്യലി വി അസ്യൂം ദാറ്റ് our expression is valid. എപ്പോഴെങ്കിലും ഇൻവാലിഡ് ആണെന്ന് കാണുമ്പോൾ മാത്രമാണ് വാലിഡ് ഫോൾസ് ആക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ എൽസ് ഇവിടെ കഴിഞ്ഞു, ഈ വൈൽ ലൂപ്പും ഇവിടെ കഴിഞ്ഞു. അങ്ങനെ ഓരോ എക്സ്പ്രഷനായിട്ട് നോക്കും. പോയിന്റ് വളരെ സിമ്പിളാണ്. ഓപ്പണിംഗ് സ്കോപ്പ് ആണെങ്കിൽ പുഷ് ചെയ്തു, ക്ലോസിംഗ് സ്കോപ്പ് ആണെങ്കിൽ എം ടി ആണോ നോക്കി, അത് എം ടി അല്ലെങ്കിൽ പോപ്പ് ചെയ്തു, മാച്ചിങ് ആണോ നോക്കി. മാച്ചിങ് അല്ലെങ്കിൽ അപ്പം തന്നെ ഇൻവാലിഡ് ആയി. എൽസ് ഇവിടെ കഴിഞ്ഞു, വൈൽ ലൂപ്പും കഴിഞ്ഞു. ഇതെല്ലാം എക്സ്പ്രഷൻ്റെ ഫുള്ളായിട്ടുള്ള സ്കാനിങ് കഴിഞ്ഞിട്ടും നമ്മൾ എന്ത് നോക്കേണ്ടിയിരിക്കുന്നു, സ്റ്റാക്ക് സ്റ്റിൽ എം ടി ആണോ അല്ലയോ നോക്കണം.
ശരിക്കും എക്സ്പ്രഷൻ്റെ സ്കാനിങ് കഴിഞ്ഞാൽ സ്റ്റാക്ക് എംറ്റി ആവണം. അങ്ങനെ സ്റ്റാക്ക് എംറ്റി അല്ലെങ്കിൽ വീണ്ടും അതർത്ഥം ആ എക്സ്പ്രഷൻ ഇൻവാലിഡ് ആണെന്നാണ്. അങ്ങനെ വാലിഡ് നമ്മൾ ഫോൾസ് ആക്കി വെച്ചു. ഇനി അവസാനം നമ്മുടെ പ്രിന്റിംഗ് ആണ്. ഈ വാലിഡ്, അതായത് വാലിഡ് എന്ന വേരിയബിളിന്റെ വാല്യൂ ട്രൂ ആണ്, എവിടെ വെച്ചിട്ടും ഫോൾസ് ആയിട്ടില്ല, എല്ലാം പ്രോപ്പർ ആയിട്ടാണ് നടന്നിട്ടുള്ളതെങ്കിൽ പ്രിന്റ് സ്ട്രിംഗ് ഇസ് വാലിഡ്. ദാറ്റ് മീൻസ് എക്സ്പ്രഷൻ ഇസ് വാലിഡ് എന്നർത്ഥം. ഇനി അതല്ല, വാലിഡ് എന്ന വേരിയബിളിന്റെ വാല്യൂ ഫോൾസ് അയച്ചാൽ നമുക്ക് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ് സ്ട്രിംഗ് ഈസ് ഇൻവാലിഡ്. സ്ട്രിംഗ് ഇൻവാലിഡ് ആയിന്ന് നമുക്ക് പ്രിന്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ അൽഗോരിതമായിട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ അൽഗോരിതം ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് കാണിച്ചിരിക്കുകയാണ്. നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട് ആൻഡ് വി ആർ ഗോയിങ് ടു പ്രോസസ് ദിസ് എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ പ്രോസസ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സും, അതായത് ഓരോ സ്കോപ്പ് ഓപ്പണേഴ്സ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റാക്കിന്റെ വേരിയസ് സ്റ്റേജസ് ആണ് ഇത് കാണിച്ചിട്ടുള്ളത്. സോ ഹിയർ വി ഹാവ് പരാന്തസിസ് സ്റ്റാക്ക് അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് പ്രോസസ്സിംഗ്. പ്രോസസ്സിങ്ങിന്റെ വേരിയസ് സ്റ്റേജസിലുള്ള പരാന്തസിസ് സ്റ്റാക്ക് ആണ്. നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് സ്റ്റാർട്ട് ടു സ്കാൻ യുവർ എക്സ്പ്രഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ആദ്യം സ്കാൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ആണ് കിട്ടുക. അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ള ആഫ്റ്റർ സ്കാനിങ് ദിസ് ഇറ്റ് ഈസ് പുഷ്ഡ് ഇൻ ടു ദ സ്റ്റാക്ക് എന്നാണ്. അടുത്ത സ്കാൻ ചെയ്യുമ്പോൾ അടുത്ത് ലെഫ്റ്റ് പരാന്തസിസ് ആണ് കാണുക. അതിനെയും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അപ്പൊ ഈ രണ്ടാമത്തെ ക്യാരക്ടറും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തതിന് ശേഷമുള്ളതാണ് കാണിക്കുന്നത്. ഇനി അടുത്തത് എ എന്നുള്ള ക്യാരക്ടറാണ്, നമുക്കൊന്നും ചെയ്യാനില്ല, പ്ലസ് ഇല്ല, ബി ഇല്ല. വീണ്ടും കാണുന്ന ഒരു റൈറ്റ് പരാന്തസ് ആണ്. അങ്ങനെ റൈറ്റ് പരാന്തസ് കാണുമ്പോൾ സ്റ്റാക്കിന്റെ സ്ഥിതി ഇതാണ്. സ്റ്റാക്ക് എംറ്റി അല്ല, സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള ലെഫ്റ്റ് പരാന്തസ് നമ്മൾ പോപ്പ് ചെയ്തു. രണ്ടും തമ്മിൽ മാച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ഇവിടെ ഇതാണ്, അതായത് ഈ ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്, ഓപ്പണിംഗ് പരാന്തസിസ് റിമൂവ് ചെയ്തപ്പോൾ സ്റ്റാക്കിന്റെ സ്ഥിതിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആഫ്റ്റർ പ്രോസസ്സിംഗ് ദിസ് സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാക്ക് ലുക്സ് ലൈക്ക് ദിസ്. അതാണ് ഉദ്ദേശിച്ചത്. ഇനി സ്റ്റാർ ആണ്, ഒന്നും ചെയ്യാനില്ല. അടുത്തത് വീണ്ടും ഒരു ലെഫ്റ്റ് പരാന്തസിസ് ആണ്. ലെഫ്റ്റ് പരാന്തസ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അടുത്തൊരു സി എന്നുള്ള ക്യാരക്ടറാണ്, നമുക്കൊന്നും ചെയ്യാനില്ല, മൈനസ് ഒന്നും ചെയ്യാനില്ല, ബി ഒന്നും ചെയ്യാനില്ല. ഇനി റൈറ്റ് പരാന്തസിസ് വന്നു. റൈറ്റ് പരാന്തസ് വരുമ്പോൾ ഇതാണ് സ്റ്റാക്കിന്റെ സ്ഥിതി. സ്റ്റാക്കിന്റെ ടോപ്പിൽ ഒരു ലെഫ്റ്റ് പരാന്തസ് ഉണ്ട്, പോപ്പ് ചെയ്തു. രണ്ടും തമ്മിൽ മാച്ച് കണ്ടു, മാച്ച് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ അതിനുശേഷം സ്റ്റാക്കിന്റെ സ്ഥിതി, സ്റ്റാക്കിൽ ഇനി ഒരു സ്ക്വയർ ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ പ്രോസസ് സ്കാൻ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടറും കൂടി ബാക്കിയുള്ളൂ, ഈ സ്ക്വയർ ബ്രാക്കറ്റും കൂടി. റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ അതിനെ നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ഇങ്ങനെയാണുള്ളത്. സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള എലമെന്റിനെ എടുത്തു, അതൊരു ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് തന്നെയാണ്. രണ്ടും തമ്മിൽ മാച്ച് ഉണ്ട്. അങ്ങനെ നമ്മുടെ സ്കാനിങ് കഴിഞ്ഞു. സ്കാനിങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാക്ക് എംറ്റി ആവുകയും ചെയ്തു. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ, ദിസ് ആർ എക്സ്പ്രഷൻ ഈസ് വാലിഡ് ഇൻ ടേംസ് ഓഫ് പരാന്തസിസ് നെസ്റ്റിംഗ്.